ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇഷ്ടപ്പെട്ട ഒരു സിനിമയുടെ സീരീസിന്റെ ഒരു രണ്ടാം ഭാഗം വരിക എന്ന് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അത് വേറൊന്നല്ല, ആദ്യ ഭാഗം തന്ന ഒരു സാറ്റിസ്ഫാക്ഷനോ ആ ഒരു കിക്കോ രണ്ടാം ഭാഗത്തിന് തരാൻ പറ്റിയില്ലെങ്കിൽ അത് ആ ഫ്രാഞ്ചൈസിനെ തന്നെ കൊളാക്കും. അപ്പോൾ പാതാൾ ലോക് എന്ന ഹിന്ദി സീരീസിന്റെ രണ്ടാം സീസൺ കാണാനിരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഈ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സീസൺ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വേണമെങ്കിൽ ഒരു മൂന്നാം സീസണും കൂടി അവർ ഇറക്കിക്കോട്ടെ എന്ന അഭിപ്രായമാണ് ഇപ്പം എനിക്കുള്ളത്. അപ്പോൾ ഈ വീഡിയോ പാതാൾ ലോക് സീസൺ 2 പറ്റിയാണ്. ഈ സീരീസിനെ പറ്റി അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ആദ്യമേ തന്നെ പറഞ്ഞിട്ട് അതിനെ മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കട്ടെ. അതായത് വേറൊന്നുമല്ല, ഇതിന്റെ മേക്കിങ്ങിനെ പറ്റിയാണ്. എക്സെപ്ഷണൽ സിനിമാറ്റോഗ്രാഫിയാണ്, കിഡിലാണ്. അതുപോലെ തന്നെയാണ് ഇതിന്റെ കണ്ടിന്യൂറ്റിയും. അതായത് ഒരു സീനിൽ ഒരാൾ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന ഒരു ഷോട്ട് ഉണ്ടെങ്കിൽ വേറൊരു ആംഗിളിൽ ആ ഷോട്ട് കാണിക്കുമ്പോൾ അയാൾ കഴിഞ്ഞ സീനിൽ സിഗരറ്റ് വലിച്ചപ്പോൾ ആ സിഗരറ്റിന്റെ നീളം എത്രയായിരുന്നോ അതേ നീളത്തിൽ തന്നെ അടുത്ത ഷോട്ടിലും കാണിക്കുക എന്നുള്ളത് കണ്ടിന്യൂറ്റിയിൽ ശ്രദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസമുള്ള പരിപാടിയാണ്. അതായത് അതിന് അത്രയും ഒറിജിനാലിറ്റി നമുക്ക് തോന്നും ഇത് കാണുമ്പോൾ. അതുപോലെ തന്നെ ഒരാൾ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഡോർ തുറന്നിട്ട് അടയ്ക്കാതെ നടന്നു വരുന്ന ഒരു സീനാണെങ്കിൽ അടുത്ത സീനിൽ ഒരു ലോങ് ഷോട്ടിൽ അതേ വണ്ടി കാണിക്കുമ്പോൾ അതേ ആംഗിളിൽ ആ ഡോർ തുറന്ന് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഭയങ്കര ബിലീവബിലിറ്റി ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണ്. ഞാനിത് കണ്ടിന്യൂറ്റി എടുത്ത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടിന്യൂറ്റി ആക്യുറസി ഈ സീരീസിലുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. വളരെ ഭംഗിയിൽ വളരെ ഒതന്റിക് ആയിട്ട് സീരീസ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള തെളിവാണ് അതൊക്കെ. അതുപോലെ തന്നെയാണ് സീരീസിലെ മ്യൂസിക്കും. സൈലൻസിനെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ടടുത്ത് സൈലൻസിനെ അതുപോലെ തന്നെ അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അടിച്ചു കയറി പോകേണ്ടടുത്ത് അതുപോലെ കൊടുത്തിട്ടുണ്ട്. വളരെ വേണ്ടത് വേണ്ട പോലെ പാകത്തിന് കൊടുത്തിരിക്കുന്ന സ്കോറിംഗ് ആണ് ഈ സീരീസിന്റെ. കണ്ടിന്യൂറ്റി കാരണം നല്ല ബിലീവബിലിറ്റി ഉണ്ടാകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സ്റ്റണ്ട് കൊറിയോഗ്രാഫിയുടെ കാര്യവും. ഇതിലെ സ്റ്റണ്ട് വർക്കൊക്കെ വൻ പൊളിയാണ്. അതായത് ശരിക്കും അവരൊരു പോലീസുകാർ അല്ലെങ്കിൽ കള്ളന്മാർ അല്ലെങ്കിൽ ഈ വക ആയുധങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ അറിയുന്ന ആൾക്കാർ റിയൽ ലൈഫിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിലത്തെ സ്റ്റണ്ടിന്റെ കൊറിയോഗ്രാഫി. അപ്രീഷിയേറ്റ് ചെയ്തേ മതിയാവും. അതായത് എല്ലാ ആസ്പെക്റ്റുകൾ കൊണ്ടും വളരെ വെൽ മെയ്ഡ് ആയിട്ടുള്ള ഒരു സീരീസാണ് പാതാൾ ലോകിന്റെ സീസൺ 2. അപ്പോൾ ഞാൻ ഈ സീരീസ് ഓൾറെഡി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. പാതാൾ ലോക് എന്ന് പറഞ്ഞ ഈ ഫ്രാഞ്ചൈസിന്റെ, അതായത് സീസൺ 1 ആയാലും 2 ആയാലും ആത്മാവ് എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. ഹാത്തിറാം ചൗധരി എന്ന് പറഞ്ഞ പോലീസ് ഇൻസ്പെക്ടർ. ഡൽഹി ജമുന വാട്ടർ പാർക്കിലെ ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഇൻസ്പെക്ടർ അങ്ങേര്. അയാൾ ഒരു പെർഫെക്റ്റ് മനുഷ്യനൊന്നുമല്ല, പക്ഷെ ഒരു കിടിലം പോലീസുകാരനാണ്. അതായത് അങ്ങേർക്ക് ഈ ജോലി ശമ്പളം കിട്ടുന്ന ഒരു ജോലിയല്ല, അങ്ങേരുടെ ഒരു കർത്തവ്യമാണ്. ഈ ജോലിയോട് അല്ലെങ്കിൽ ഈ കർത്തവ്യത്തോട് അങ്ങേർക്ക് ഒരു ടോക്സിക് ഒബ്സഷൻ ഉണ്ട്. അതായത് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അത് തെളിയിക്കുക എന്നുള്ളത് അയാളുടെ ഒരു വാശിയാണ്. അയാൾക്ക് ഭയങ്കര ഒബ്സഷനാണ്. അതിനുവേണ്ടി അങ്ങേര് കോംപ്രമൈസ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ആളൊരു നല്ല ഹസ്ബൻഡ് അല്ല, നല്ലൊരു അച്ഛനാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഒരു കിടിലം പോലീസുകാരനാണ്. സത്യം പറഞ്ഞാൽ സീസൺ 2 ഹാത്തിറാം ചൗധരി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ലിറ്ററലി അങ്ങേര് ഓടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. കുറ്റവാളികൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. സത്യം കിട്ടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. തെളിവുകൾക്കും ബന്ധങ്ങൾക്കും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളൊക്കെ അപ്പുറം അയാളുടെ ഉള്ളിൽ കത്തി നിൽക്കുന്ന ആ ഒരു ഒബ്സഷൻ ഉണ്ട് അങ്ങേരുടെ ജോലിയോട്, അങ്ങേരുടെ കർത്തവ്യത്തോട്, ഡ്യൂട്ടിയോട്. ആ ഒബ്സഷന് വേണ്ടിയാണ് അയാൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഗംഭീരമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഹാത്തിറാം ചൗധരി. ഈ ഹാത്തിറാം ചൗധരിയെ അഭിനയിച്ച് ഫലിപ്പിച്ചിരിക്കുന്ന നടനാണ് ജയ്ദീപ് അലാവത്ത്. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ് ആണ് ജയ്ദീപ് അലാവത്ത്. ബോളിവുഡിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 5 നടന്മാരുടെ പേര് പറയാൻ പറഞ്ഞാൽ ഇങ്ങേര് ഉറപ്പായിട്ടും അതിൻ്റെ ഉള്ളിലുണ്ടാവും. ഈ ഹാത്തിറാം ചൗധരി എന്ന് പറഞ്ഞ കഥാപാത്രം ഒരുപാട് ഇമോഷൻസിലൂടെ കൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രമാണ്. അങ്ങേർക്ക് അങ്ങേരുടെ ഭാര്യയോട് സ്നേഹമുണ്ട്, പക്ഷെ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. മകനോട് അതെങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് അറിയില്ല. എന്നാൽ ഒരുപാട് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ്. എന്നാൽ വളരെ കരുണയുള്ള ഒരു മനുഷ്യനാണ്. അങ്ങേർക്ക് ലോകത്ത് സ്നേഹമുള്ള വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. അവരോട് അങ്ങേർക്ക് സ്നേഹം മര്യാദയ്ക്ക് കാണിക്കാൻ അറിയാത്ത ഒരാളാണ്. എന്നാൽ അത് ചില സമയത്ത് അങ്ങേരുടെ മുഖത്ത് അത് തെളിഞ്ഞു വരും. അവർക്ക് എന്തെങ്കിലും പറ്റുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ വളരെ ഹോൾസമായിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോഴൊക്കെ അങ്ങേർക്ക് ആ നന്ദിയും കൃതജ്ഞതയും സ്നേഹവും കടപ്പാടൊക്കെ മുഖത്ത് വരും. ഈ വിഷമകരമായ ഒരു സന്ദർഭത്തിൽ നല്ല സങ്കടമൊക്കെ ആളുടെ മുഖത്ത് വരും. പക്ഷെ കൃത്യമായിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെയുള്ള ഒരു ക്യാരക്ടറിനെ ഈ ജയ്ദീപ് അലാവത്ത് എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച് ഫലിപ്പിച്ച് വെച്ചിരിക്കുന്നത് കാണണം. ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് രോമാഞ്ചാണ്. അത്രയും കിടിലൻ പെർഫോമൻസ് ആണ്. ഹാത്തിറാം ചൗധരിയെ ഈ ജയ്ദീപ് അലാവത്ത് എടുത്ത് അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന കാഴ്ച സത്യം പറഞ്ഞാൽ റീസെന്റ് എനിക്ക് പല സിനിമകളിൽ നിന്നും അങ്ങനെ ഒരു പെർഫോമൻസ് ചെയ്യുന്ന ആ കിക്ക് കിട്ടിയിട്ടില്ല. അത്രയും കിടിലൻ നടൻ, കിടിലൻ പെർഫോമൻസ്. ഞാൻ വല്ലാണ്ട് പറഞ്ഞ് ഓവറാക്കണില്ല. നിങ്ങൾ നല്ല പെർഫോമൻസ് കാണാൻ താല്പര്യമുള്ള ഒരു സിനിമ സീരീസ് പ്രേമിയാണെങ്കിൽ ദയവ് ചെയ്ത് ഈ പാതാൾ ലോകിന്റെ സീസൺ 1ഉം 2ഉം കാണാം.
നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. സീസൺ 1 നിന്ന് പാതാൾ ലോകിന്റെ സീസൺ 2 വരുന്ന പ്രധാനപ്പെട്ട മാറ്റം ഈ സീസണിന്റെ കഥ ഡൽഹിയിൽ നിന്ന് നാഗാലാൻഡിലേക്ക് എത്തുന്നുണ്ട്. അത് നാഗാലാൻഡിൽ പോയിട്ട് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഒതന്റിക് ആണ് സീരീസ് കാണുമ്പോൾ. അവിടെയുള്ള ആൾക്കാരെ തന്നെയാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. അത് ഏതെങ്കിലും കുറച്ച് ആൾക്കാർ എടുത്ത് അഭിനയിപ്പിച്ചിരിക്കില്ല. നല്ല ഓഡിഷൻസ് നടത്തി നല്ല ആക്ടേഴ്സിനെയാണ് അവർ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെയൊക്കെ പെർഫോമൻസ് വളരെ അടിപൊളിയായിരുന്നു. അത് സീരീസിനെ എലിവേറ്റ് ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ. അതുപോലെ തന്നെ നാഗമീസ് അവിടുത്തെ ഭാഷയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ ക്യാരക്ടേഴ്സ് ഈ ഹിന്ദി സംസാരിക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മാത്രമേ അവർ ഹിന്ദി സംസാരിക്കുന്നുള്ളൂ. അതായത് നാച്ചുറലി ഇങ്ങനെയാണോ സംഭവിക്കുക, അതുപോലെ അത്രയും ഒതന്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത്രയും കാലത്തെ ഇന്ത്യൻ സിനിമ സീരീസ് ചരിത്രത്തിൽ നാഗാലാൻഡിനെ ഇത്രയും ഭംഗിയിൽ റെപ്രസെന്റ് ചെയ്ത ഒരു സിനിമ അല്ലെങ്കിൽ സീരീസോ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു നല്ല ചേഞ്ച് ആണ്. ഇനിയിപ്പോൾ ഫാമിലി മാൻ്റെ സീസൺ 3 വരുന്നുണ്ട്. അതും നോർത്ത് ഈസ്റ്റിലാണ് ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഇന്ത്യൻ സിനിമ ഫോക്കസ് ചെയ്യാൻ പോവുക എന്നുള്ളൊരു കാര്യം വളരെ നല്ല കാര്യം. കാരണം അവരുടെ റെപ്രസെൻറ്റേഷൻസ് നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ മര്യാദയ്ക്ക് വന്നിട്ടില്ല. വന്നത് തന്നെ ചില സമയത്ത് അത്ര നല്ല രീതിയിലല്ല റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു നല്ല ചേഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. പാതാൾ ലോകിന്റെ ഏറ്റവും മികച്ച ആസ്പെക്ട് എന്ന് പറയുന്നത് അതിന്റെ എഴുത്ത് തന്നെയാണ്. സുദീപ് ശർമ്മ എന്ന് പറഞ്ഞ ആളാണ് 2 സീസൺ എഴുതിയിരിക്കുന്നത്. എന്താ പറയുക, നമ്മളൊരു എപ്പിസോഡ് കാണുമ്പോൾ ഇത് സ്ലോ ബേൺ ഇൻവെസ്റ്റിഗേഷനാണ്. തുടക്കത്തിൽ എന്താണ് കേസ്, അതിന്റെ സെറ്റപ്പ് എന്താണെന്ന് മനസ്സിലാക്കി ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴാണ് ട്വിസ്റ്റും പുതിയ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻവോൾവഡ് ആവാൻ ചില സമയത്തൊക്കെ ചില സീരീസിലൊക്കെ സമയം എടുക്കാറുണ്ട്. ഇതിലും സമയം എടുക്കുന്നുണ്ടെങ്കിലും ഓരോ എപ്പിസോഡിലും നമ്മളെ പിടിച്ചിരുത്ത രീതിയിലാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ഉള്ളത്. അത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം അന്വേഷിക്കുന്ന ആളുടെ ഊഹാപോഹങ്ങൾ അതിൽ നടക്കുന്നുണ്ടെങ്കിലും അതിന്റെ കൂടെ തന്നെ കാണുന്ന നമ്മുടെ തലയുടെ ഉള്ളിലും നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റിഗേഷനെ കവച്ചു വെക്കുന്ന രീതിയിൽ എഴുതിയാലാണ് നമ്മൾക്ക് ഇതിൽ കിക്ക് കിട്ടുള്ളൂ. അതിൽ ഈ സീരീസ് കംപ്ലീറ്റ്ലി വിജയകരമാണ്. എന്താണ് ഇനി വരാൻ പോകുന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് യാതൊരു പിടിയില്ലാത്ത രീതിയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് തന്നെയാണ് ഈ സീരീസ് വർക്കാവാനുള്ള ഏറ്റവും വലിയ കാരണവും. അപ്പോൾ ഇതിന്റെ റൈറ്റിംഗ് എന്ന് പറയുന്നത് വൻ കിടിലാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത വെബ് സീരീസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസുകളിലൊന്നാണ് പാതാൾ ലോക്. എൻ്റെ അഭിപ്രായത്തിൽ. ബാക്കിയുള്ളവർക്ക് അഭിപ്രായം ഉണ്ടോ എന്നറിയില്ല. കാരണം ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും ഞാൻ അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഈ സുദീപ് ശർമ്മയും അതുപോലെ ഇതിൻ്റെ ഡയറക്ടർ അവിനാശ് അരുൺ ധവാരെ ഫസ്റ്റ് സീസണും സെക്കൻഡ് സീസണും മൂപ്പർ തന്നെ ചെയ്തത്. ഇവർ രണ്ടുപേരാണ് ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നതെങ്കിൽ ഒരു 3-ാം സീസൺ വേണമെങ്കിൽ ഇറക്കി വിട്ടോട്ടെ. കാരണം ഹത്തിറാം ചൗധരി എന്ന് പറഞ്ഞ് ആ കഥാപാത്രത്തിനെ ജയ്ദീപ് അലാവത്ത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് സത്യം പറഞ്ഞാൽ കണ്ടു മതിയായിട്ടില്ല. ഞാൻ ആക്ച്വലി ഈ വീഡിയോ ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം സീസൺ 1 ഒന്നും കൂടി ഇരുന്ന് കണ്ടാലോ എന്നാണ് വിചാരിക്കണത്. അത്രയും കിടിലൻ നടൻ, അത്രയും കിടിലൻ ഒരു ക്യാരക്ടർ. സോ പാതാൾ ലോക് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. കാണാൻ താല്പര്യമുള്ളവർ കാണാം. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത സിനിമയുടെ സീരീസിൻ്റെ ഒക്കെ വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ കാണാം.